Hi dear students, welcome back to our English class. I think you are fine now there. Today we are going to take a new part of our previous class, the Banyan Tree, Adventures in Banyan Tree by the Ruskin Bond. At the last day we have studied the first paragraph of this one. I think you have understood and you have read everything what I have taught you. Anyway, we understood the main characters of this story. First one, the boy and grandfather and grandmother, and the location, the state, the site, the banyan tree. The old banyan tree. Then didn't you study it? Yes, okay. Anyway, now we continue from there. Then you just look at the slide or your textbook. Okay? Then let us go through the lines of the story. The next one. My first friend and familiar was a small grey squirrel, arching his back and sniffing into the air. He seemed at first to resent my invasion of his privacy. My first friend and familiar was a small grey squirrel. എൻ്റെ ആദ്യത്തെ കൂട്ടുകാരനും എൻ്റെ പരിചയക്കാരനും ഫെമിലിയർ പരിചയക്കാരനും വാസ് എ ഗ്രേ സ്ക്യൂറൽ, ഒരു സ്മോൾ ഗ്രേ സ്ക്യൂറൽ ആയിരുന്നു അല്ലേ. സ്ക്യൂറൽ മീൻസ് അണ്ണാൻ കുഞ്ഞായിരുന്നു, ഒരു ഗ്രേ കളറിലുള്ള ഒരു അണ്ണാൻ കുഞ്ഞായിരുന്നു എൻ്റെ ആദ്യ കൂട്ടുകാരനും പരിചയക്കാരനും എന്നാണ് ഇവിടെ റസ്കിൻ ബോണ്ട് പറയുന്നത്. ഹു ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദി എയർ. ആ അണ്ണാൻ കുഞ്ഞാണെങ്കിൽ അവൻ്റെ മുതുകിനെ ആർച്ചിങ് വളച്ചുകൊണ്ടിരിക്കുക, ബെൻഡിങ്. ആർച്ചിങ് ഹിസ് ബാക്ക്, മുതുക് എൻ്റെ പുറഭാഗനെ വളച്ചുകൊണ്ടും, ആൻഡ് സ്നിഫിങ് ഇൻ ടു ദി എയർ. സ്നിഫിങ് മീൻസ് സ്മെൽ, മണം പിടിക്കുക, മണം പിടിച്ചുകൊണ്ടും. എവിടെ നിന്ന്? സ്നിഫിങ് ഇൻ ടു ദി എയർ, അന്തരീക്ഷത്തിൽ മണം പിടിച്ചുകൊണ്ടും, കാറ്റിൽ മണം പിടിച്ചുകൊണ്ടും അതിൻ്റെ മുതുകും വളച്ചുകൊണ്ടിരിക്കുകയാണ്. He seemed at first to resent my invasion of his privacy. Invasion means അറ്റാക്ക് എന്നൊക്കെ പറയാറ്. ഇവിടെ കടന്നു കയറി ആക്രമിക്കുക എന്നൊക്കെ ഇൻവേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ he seemed at first to resent my invasion of his privacy. അവൻ്റെ സ്വകാര്യതയിൽ, പ്രൈവസിയിൽ ഞാൻ കടന്നു കയറ്റം ചെയ്യുന്നത് അവനക്ക് വെറുപ്പുള്ളതായിട്ട് എനിക്ക് തോന്നി. റിസെന്റ് മീൻസ് ഹേറ്റിംഗ്, വെറുപ്പുളവാക്കുക എന്നുള്ള. അതായത് അവൻ്റെ സ്വകാര്യതയിലേക്ക് ഞാൻ കടന്നു കയറുന്നുണ്ടോ എന്നുള്ള സംശയത്തിൽ അവൻ ശങ്കിച്ച് അവൻ്റെ മുഖഭാവം ഒരു വെറുപ്പുള്ളതുപോലെ എനിക്ക് കാണപ്പെട്ടു എന്ന് റസ്കിൻ ബോണ്ട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ റിസെന്റ് മീൻസ് വെറുപ്പുണ്ടാക്കുന്ന ഒരു മീനിങ്. When he found that I did not arm myself with a catapult or air gun. പക്ഷേ when he found, അവൻ മനസ്സിലാ, found is the past of find. When he found what, എന്താണ് അവൻ കണ്ടെത്തുക അവിടെ മീനിങ് മനസ്സിലാക്കും. When he understood, അവൻ മനസ്സിലാക്കിയപ്പോൾ, that എന്ത്, I did not arm myself with a catapult or air gun. എൻ്റെ കയ്യിൽ ഒരു catapult എന്ന് പറഞ്ഞാൽ എന്താണ്? കവണ എന്ന് പറയാറുണ്ട് അല്ലേ. നമ്മൾ പക്ഷികളൊക്കെ കല്ലുകൊണ്ട് എറിയാൻ വേണ്ടി, കല്ല് പക്ഷികളെ നല്ലതിന് കാട്ടാൻ വേണ്ടി കവണ കൊണ്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ, കല്ലെറിഞ്ഞുകൊണ്ട്. ആ കാറ്റപ്പുൾട്ട് ഓർ എയർ ഗണ്ണും എൻ്റെ കയ്യിൽ ഇല്ല എന്ന് അവന് മനസ്സിലാക്കും. When he understood what in my hand
there are no what catapult or air gun. ഇത് രണ്ടും എൻ്റെ കയ്യിലില്ല എന്ന് അവൻ മനസ്സിലാക്കിയപ്പോൾ he became friendlier. അവൻ എന്നോട് കൂടുതൽ ഒരു ഫ്രണ്ടായി, എൻ്റെ കൂട്ടുകാരനാകാൻ അവൻ തുടങ്ങി, ഫ്രണ്ട്ലിയർ ആവാൻ തുടങ്ങി. And when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hand. അങ്ങനെ when he started leaving him pieces of cake and biscuit, when I started leaving pieces of cake or biscuit, അവനക്ക് വേണ്ടി ഞാൻ ബിസ്ക്കറ്റിൻ്റെയും കേക്കിൻ്റെയും കഷ്ണങ്ങൾ ഇങ്ങനെ ബാക്കി വെക്കാൻ തുടങ്ങിയപ്പോൾ, ലിവിങ് ഇവിടെ ബാലൻസ് ബാക്കി വെക്കുക അല്ലെങ്കിൽ അവനക്ക് കൈമാറുക എന്നൊക്കെ പറയും, ഒക്കെ ഇവിടെ ബാക്കി വെക്കാൻ തുടങ്ങിയപ്പോൾ ഹി ഗ്രൂ ബോൾഡർ, അവൻ വളരെ ബോൾഡായി നിന്നു. ആൻഡ് ഫൈനലി ബിക്കേം ഫെമിലിയർ, അവസാനം അവനെങ്ങനെ വളരെ അടുത്ത പരിചയക്കാരനും കൂടെ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്, എൻ്റെ കയ്യിൽ നിന്ന് പോലും ഭക്ഷണം എടുക്കുവാനുള്ള ധൈര്യം പോലും ഉണ്ടാകുന്ന തരത്തിൽ ഉള്ള അത്രക്ക് ഫെമിലിയർ ഫ്രണ്ടായിട്ട് മാറുകയും ചെയ്തു. ആരെയും? ദിസ് ഗ്രേസ് ക്യൂരൻ. ഓക്കെ, didn't you understand? Okay, anyway, then let us go to the next paragraph. I think you're looking there. Okay, then before long he was delving into my pockets and helping himself to whatever he could find. He was very young squirrel, and his friends and relatives probably thought him headstrong and foolish for trusting a human. Before long he was delving into my pockets and helping himself to whatever he could find. അതായത് വളരെ വൈകാതെ തന്നെ എൻ്റെ കീശയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന എന്താണ് കണ്ടത് അതെല്ലാം അവന് എടുക്കുവാൻ തുടങ്ങി. He could find, he was അല്ലേ, അതായത് അവൻ ഉടനെ തന്നെ, അതായത് ഇപ്പം അത്രക്ക് ബോൾഡായി നമ്മൾ പറഞ്ഞു അല്ലേ, വളരെ ഫെമിലിയർ ആൻഡ് ഫ്രണ്ട്ലിയർ ആസ് ബോൾഡർ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ബിഫോർ ലോങ് he was delving into my pocket and helping himself whatever he could find. അതായത് വളരെ വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ കീശയിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്താണ് കണ്ടത് അതൊക്കെ അവൻ എടുക്കുവാൻ തുടങ്ങി. ഡെൽവിങ് മീൻസ് സെർച്ചിങ്, ടു സെർച്ച് ത്രൂലി ഓർ കെയർഫുള്ളി, ടു സെർച്ചിങ് എന്നുള്ള മീനിങ്, തിരയുക എന്നുള്ള, പൊതുവെ ഗവേഷണം ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ ഡെൽവിങ് എന്ന് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഡെൽവിങ് മീൻസ് ടു സെർച്ച് ത്രൂലി ഓർ കെയർഫുള്ളി, തിരയുക. ഓക്കെ, അപ്പോൾ ഹി വാസ് വെരി യങ് സ്ക്യൂറൽ. ഈ അണ്ണാങ്കുഞ്ഞാണെങ്കിൽ വളരെ യങ് സ്ക്യൂറലാണ്, ഒരു ചെറിയ സ്മോൾ യങ് സ്ക്യൂറലായിരുന്നു. And his friends and relatives probably thought him headstrong and foolish for trusting a human. എന്നാൽ ഈ യങ് സ്ക്യൂറലിൻ്റെ ഫ്രണ്ട്സ്, the friends of young squirrel and his relatives probably think what he is a headstrong and foolish squirrel for the trusting a human. ഒരു മനുഷ്യനെ വിശ്വസിക്കുന്ന കാര്യത്തിൽ, ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ, ഒരു മനുഷ്യനെ അംഗീകരിക്കുക അല്ലെങ്കിൽ ഒരു മനുഷ്യരായ ഒരു വർഗത്തെ വിശ്വസിക്കുന്ന കാര്യത്തിൽ അവനൊരു ഫൂളിഷ്, വിഡ്ഢിയും അതുപോലെ ഒരു ഹെഡ്സ്ട്രോങ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ദുർവാശിക്കാരനും കൂടിയാണ് എന്ന് ഈ സ്ക്യൂരലിൻ്റെ കൂട്ടുകാരും അതുപോലെ അവൻ്റെ റിലേറ്റീവ്സും ഒരു പക്ഷെ ചിന്തിച്ചിട്ടുണ്ടായേക്കാം, പ്രോബബ്ലി. യുനോ, ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, അവൻ്റെ കൂട്ടുകാരും അവൻ്റെ റിലേറ്റീവ്സ് കുടുംബക്കാരും പ്രോബബ്ലി തോട്ട്, ചിന്തിച്ചിട്ടുണ്ടായേക്കാം എന്ത്, ഹി ഈസ് എ ഹെഡ്സ്ട്രോങ്
ആൻഡ് ഫൂളിഷ് വളരെ ദുർവാശിക്കാരൻ, ഒരു വാശിക്കാരനും, ഓർ ഫൂളിഷ് വളരെ വിഡ്ഢിയും, ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ ഒരു മനുഷ്യനായ, ഇപ്പോൾ ആരാണ് ഇവിടെ നമ്മളെ ഈ ബോയിയെ വിശ്വസിക്കുന്ന കാര്യത്തിൽ അവന് ഫൂളിഷും സ്ട്രോങ്ങുമാണ് എന്ന് അവർ വിശ്വസിച്ചുണ്ടായേക്കാം. ആര്? ഫ്രണ്ട്സ്, സ്ക്യൂരലിൻ്റെ ഫ്രണ്ട്സും അതുപോലെ അവൻ്റെ റിലേറ്റീവ്സും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, any doubt? No. Okay, then let us go to the next paragraph. Okay, on the 10th page, look there, the 10th page, last paragraph. Halfway up there I have built, sorry, the next one, in the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branch. The red-bottomed bulbul and cheerful and greedy, gossiping rosy pastures and parrots and crows, squabbling with each other all the time. In the springtime, in the spring season, ഈ വസന്തകാല ഈ സ്പ്രിംഗ് സീസണിലുണ്ടല്ലോ, when the banyan tree was full of small red figs, ഈ സ്പ്രിംഗ് സീസണിൽ നമ്മൾ ഈ ബാനിയൻ ട്രീ, ഓൾഡ് ബാനിയൻ ട്രീ ഉണ്ടല്ലോ, that was full of small red figs, അതായത് ചുവന്ന ആലിപ്പഴങ്ങൾ നിറഞ്ഞതായി മാറുമായിരുന്നു. ഇത് ആൽമരം ഉണ്ടല്ലോ, അത് അതിലെ ചുവന്ന ആൽപ്പഴങ്ങൾ കൊണ്ട് സ്പ്രിംഗ് സീസണിൽ നിറയുമായിരുന്നു. Birds of all kinds would flock into its branch. All kinds of the birds, the various kinds of the birds will flying into the branches of banyan tree. ഈ ബാനിയൻ ട്രീൻ്റെ ബ്രാഞ്ചുകൾ, ചില്ലകളിൽ വന്നിട്ട് എല്ലാത്തരം പക്ഷികളും ഈ ഒരു സ്പ്രിംഗ് സീസണിൽ ഓൾ കൈൻഡ്സ് ഓഫ് ദ ബേർഡ്സ് എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള പക്ഷികളെല്ലാം വന്ന് ഒന്ന് ഒത്തിക്കൂടാറുണ്ടായിരുന്നു. ഒരുമിച്ച് കൂടാറ്, ഫ്ലോക്ക് മീൻസ് ഒരുമിച്ച് കൂടുക എന്നുള്ള മീനിങ് ഉണ്ട് ഇവിടെ കേട്ടോ. അതായത് എല്ലാവരും ഒരുമിച്ച് കൂടി വന്ന് അവിടെ ആ ഒരു ബാനിയൻ ട്രീയിൽ വന്ന് ഇരിക്കാറുണ്ടായിരുന്നു. The red-bottomed bulbul, cheerful and greedy. The red-bottomed bulbul, cheerful and greedy. അതായത് ഈ ചുവന്ന റെഡ് ബോട്ടം ബുൾബുൾ, അതായത് ചുവന്ന അടിവശമുള്ള അതിൻ്റെ ഒരു പക്ഷിയുടെ ചുവന്ന അടിവശമുള്ള ബുൾബുൾ പക്ഷിയും അത് വളരെ ഗ്രീഡി ആൻഡ് എന്താണ് ഗ്രീഡി ആൻഡ് cheerful. cheerful മീൻസ് വളരെ ഇൻട്രസ്റ്റഡ്, വളരെ ഉത്സാഹത്തോടെ, ഹാപ്പിലി എന്നൊക്കെ പറയാം, വളരെ ഉത്സാഹത്തോടെയും വളരെ അത്യാഗ്രഹിയുമായിരുന്നു ആര്? നമ്മുടെ ഈ റെഡ് ബോട്ടം ബുൾബുൾ പക്ഷി. ആ പക്ഷിയും അതുപോലെ ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്. ഗോസിപ്പിംഗ് മീൻസ് പരദൂഷണം പറയുക. ദ ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സും, അതായത് ഈ പരദൂഷണം പറയുന്ന ഈ റോസി മൈനകളും ആൻഡ് പാരറ്റ്സ് അല്ലെ, പാസ്റ്റേഴ്സ് ആൻഡ് പാരറ്റ്സ് ആൻഡ് ക്രൗസ്, കാക്കകളും തത്തകളും എല്ലാവരും എന്താണ്? സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. സ്ക്വാബ്ലിംഗ് അല്ലെ, എല്ലാ സമയത്തും അവർ വന്നിട്ട് ഇങ്ങനെ കലപില കൂട്ടാറുണ്ടായിരുന്നു. സ്ക്വാബ്ലിംഗ് മീൻസ് എ സ്മോൾ ഫൈറ്റ് ഓർ an argument, കലവില കൂട്ടുക അല്ലെങ്കിൽ ഒച്ചപ്പാടുണ്ടാക്കുക എന്നൊക്കെ, തർക്കിക്കുക എന്നുള്ളതിനൊക്കെ സ്ക്വാബ്ലിംഗ് എന്ന വേർഡ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം ഡ്യൂറിങ് ദ ഫിക്സിങ്. എപ്പോഴാണ് ആ ഒരു ആൽമരത്തിലെ പഴം കായ്ക്കുന്ന ഫിക്സ് സീസണിലാണ് ഇവരെല്ലാവരും ഒരുമിച്ച് കൂടാറുള്ളത്. This team they can eat their food, so they flock there. The banyan tree was the nicest place on the road during the fig season. ഈ ഫിഗ് സീസണിൽ
The banyan tree was the noisiest place on the road. ആ റോട്ടിലെ ഏറ്റവും അവിടെ ആ ആൽമരത്തിൻ്റെ ചുവടെ പോകുന്നു ആ റോട്ടിൽ ഏറ്റവും ശബ്ദം നിറഞ്ഞ കലവില കൂടുന്ന ഒരുപാട് ശബ്ദങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു ഏത് ദ ബാനിയൻ ട്രീ. ഓക്കെ, do you understand? Anyway, shall we move there? Next one. Okay, halfway, the last 10th page, the last one. Halfway up the tree, I had built a small platform on which I would often spend the afternoon when it wasn't too hot. Halfway up the banyan tree, ആ banyan ട്രീയുടെ ഒരു ഹാഫ് മിഡ് ഭാഗത്ത് ഐ ഹാഡ് ബിൽട്ട് അല്ലേ, ബിൽട്ട് അല്ലേ, ബിൽട്ട് പാസ് V2 അല്ലെങ്കിൽ V3 ഒക്കെ ആയിട്ട് ഉപയോഗിക്കണം ബിൽട്ട് എന്നുള്ളത്. എന്തിൻ്റെ ബിൽഡ് എന്നുള്ളതിൻ്റെ ഐ ഹാഡ് ബിൽട്ട് അല്ലേ, ഐ ഹാഡ് ബിൽട്ട് ഞാൻ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. എ സ്മോൾ പ്ലാറ്റ്ഫോം, ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം, ഒരു ചെറിയ തങ്ങാൻ പറ്റുന്ന തങ്ങാൻ പറ്റുന്ന ഒരു ചെറിയൊരു പ്ലേസ്. ആ ഒരു പ്ലാറ്റ്ഫോം ഐ ഹാഡ് ബിൽട്ട് എ സ്മോൾ പ്ലാറ്റ്ഫോം എവിടെ, ഓൺ വിച്ച്, on the tree ആണ്. ഓക്കെ, on which I would often spend the afternoons when it wasn't too hot. എപ്പോഴാണ് which I would often spend after, ഉച്ചയ്ക്ക് ശേഷം പലപ്പോഴായിട്ട് സമയം ചെലവഴിക്കാറുള്ളത് upon the tree, ആ മരത്തിൻ്റെ മുകളിലാണ്, on the platform, a small platform ആയിരുന്നു. when അപ്പോൾ it wasn't too hot, അത് ആ സമയത്ത് മരത്തിൻ്റെ on the tree, ആ മരത്തിൽ എന്തുണ്ടാവുമായിരുന്നില്ല, ചൂട് കമ്മിയായിരുന്നു എന്നാണ് പറയുന്നത്. I could read there when sit there then I could read there, എനിക്കവിടെ വായിക്കാൻ കഴിയുമായിരുന്നു, ഞാൻ അവിടെ വായിക്കാറുണ്ടായിരുന്നു. and propping myself, ഞാൻ എൻ്റെ ശരീരത്തെ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പ്രോപ്പിംഗ്, ചാരി നിൽക്കുക എന്നൊക്കെ പറയാം, ചാരി നിർത്തുക, താങ്ങ് കൊടുക്കുന്നതിനൊക്കെ പ്രോപ്പിംഗ് എന്ന് പറയാറുണ്ട്. ആൻഡ് പ്രോപ്പിംഗ് മൈസെൽഫ് അഗെയിൻസ്റ്റ് ദി ബോൾ ഓഫ് ദ ട്രീ, ആ മരത്തിൻ്റെ അടിത്തട്ടിൽ അതിൻ്റെ അടിയിലുള്ള ഒരു തടിക്കാണ് ബോൾ എന്ന് പറയുക. ദ ബാറ്റ് ബോൾ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു മരത്തടിക്ക് വുഡ് എന്നൊക്കെ പറയാം. ആ മരത്തിൻ്റെ തടിക്ക് അടിഭാഗത്തുള്ള തടിക്കാണ് ബോൾ എന്ന് പറയുക. ആ ബോളിൽ ഇവിടെ പ്രോപ്പിംഗ് മൈസെൽഫ് അഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ, ആ മരത്തിൻ്റെ ബോൾ നേരെ ചാരിക്കൊണ്ട് ഞാൻ വിത്ത് കുഷ്യൻസ് ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം, എൻ്റെ വീടിൻ്റെ ഡ്രോയിങ് റൂമിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള കുഷ്യൻസുകൾ ചാരി വെച്ചുകൊണ്ട് അവിടെ ഇരിക്കാറുണ്ടായിരുന്നു. എന്തൊക്കെയായിരിക്കും വായിക്കുക, വാട്ട് കുഡ് ബി വിച്ച് ഐറ്റം ബുക്സ് ഹി കുഡ് റീഡ്, ഏതൊക്കെയാണ്, ട്രഷർ ഐലാൻഡ്, Huckleberry Finn and the Mowgli stories and the novels of Edgar Rice Burroughs and Louisa May Alcott made up, ഈ തരം ബുക്കുകളൊക്കെ ആയിരുന്നു വായിച്ചിരുന്നത്. ദിസ് മെയ്ഡ് അപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സ്ഡ് റീഡ്, ഇതെൻ്റെ ബാഗിലെല്ലാം കുത്തി നിറച്ച് ഞാൻ കൊണ്ടുവരും, അതങ്ങനെ ഞാനത് വായിക്കാറും ഉണ്ടായിരുന്നു. ഓക്കെ, വായനയ്ക്ക് വേണ്ടി എൻ്റെ ബാഗിൽ ഇതിങ്ങനെ കുത്തി നിറക്കാറുണ്ടായിരുന്നു. ഈ തരം പുസ്തകങ്ങളൊക്കെ, ഈ ബുക്കുകൾ ഞാൻ അവിടെ നിന്ന് വായിക്കാറുമാണ് പതിവ്. ഓക്കെ, അങ്ങനെ when I did not feel like reading, എനിക്ക് വായിക്കാൻ ഇൻട്രസ്റ്റ് തോന്നാതിരിക്കുമ്പോൾ, when I did not feel like reading, വായനയെ പോലുള്ള ഒന്നും എനിക്ക് വായിക്കാൻ തോന്നാതിരിക്കുമ്പോൾ I could look down to the banyan leaves, ആ banyan leavesൻ്റെ ഇടയിലൂടെ I could look, എനിക്ക് നോക്കാൻ കഴിയും, down താഴേക്ക് through the banyan tree, ആ banyan ട്രീയുടെ ലീവ്സിൻ്റെ ഇടയിലൂടെ എനിക്ക് നോക്കാൻ സാധിക്കും. എന്ത്, the world below, താഴെയുള്ള ഒരു ലോകത്തെ എനിക്ക് എൻ്റെ banyan ലീവ്സിൻ്റെ ഇടയിലൂടെ എനിക്ക് കാണുവാൻ സാധിക്കും. എപ്പോൾ, when he could not interest to reading the book, so this time he could look the down of the tree and watch the world down the world, താഴെയുള്ള ആ ലോകം ഇങ്ങനെ അവന് കാണുമായിരുന്നു. ആൻഡ് ഓക്കെ,
ലിവ്സ് അറ്റ് ദ വേൾഡ് ബിലോ അറ്റ് ഗ്രാൻഡ് മദർ. എന്തൊക്കെയാണ് ആ ലോകത്ത് ആ ഒരു താഴ്വരയിലൂടെ അവൻ കാണാറുള്ളത്? അറ്റ് ഗ്രാൻഡ് മദറിനെ കാണും. എങ്ങനെ? ഹാങ്ങിങ് അപ്പ് ടേക്കിംഗ് ഡൗൺ ദ വാഷ് ചെയ്ത ഡ്രസ്സുകളെല്ലാം ഹാങ്ങിങ് അപ്പും അതേപോലെ ടേക്കിംഗ് ഡൗൺ അല്ലെ, അത് തൂക്കുന്നതും അത് എടുക്കുന്നതും ഒക്കെ കാണാൻ സാധിക്കും. അറ്റ് ദ കുക്കാണെങ്കിൽ ക്യൂർലിംഗ് വിത്ത് ഫ്രൂട്ട് വെൻഡർ ഓർ, അതായത് നമ്മൾ കുക്കാണെങ്കിലും പച്ചക്കറിക്കാരനോട് ഇങ്ങനെ ക്യൂർലിംഗ് തർക്കിക്കുന്നതും വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നതും എനിക്ക് കാണാൻ സാധിക്കും. ക്യൂർലിംഗ് മീൻസ് വാക്ക് തർക്കിക്കുന്നതും കാണാൻ സാധിക്കുമായിരുന്നു. ഓർ അതല്ലെങ്കിൽ അറ്റ് ഗ്രാൻഡ് ഫാദർ ഗ്രാംബ്ലിംഗ് മീൻസ് പെറുപെറുക്കുക. ഗ്രാൻഡ് ഫാദർ ആണെങ്കിലോ ഗ്രാംബ്ലിംഗ് ഇങ്ങനെ പെറുപെറുക്കുക എന്നൊക്കെ പറയാം. ഇങ്ങനെ മുറുമര സംസാരം ഉണ്ടാവൂലെ, ചെറിയ ചെറിയ സംസാരങ്ങൾക്കാണ് ഇങ്ങനെ ഉദ്ദേശിക്കുക പെറുപെറുക്കുക. ആ ഒരു ഗ്രംബ്ലിംഗ് ആരെ ദ ഹാർഡ് ഇന്ത്യൻ മാരിഗോൾഡ്, ആ ഇന്ത്യൻ മാരിഗോൾഡിനെ എങ്ങനെ പിരിവിക്കുക? എന്താ കാരണം? എന്താ വിച്ച് ആ ഇന്ത്യൻ മാരിഗോൾഡ് ഉണ്ടല്ലോ ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. തൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ഇംഗ്ലീഷ് ഗാർഡനിൽ ഇങ്ങനെ നിർബന്ധിച്ച് വരുന്നതുമായുള്ള മേരിഗോൾഡ് ഇങ്ങനെ മേരിഗോൾഡ് വള്ളികൾ ഇങ്ങനെ ആ ഒരു ഇംഗ്ലീഷ് ഗാർഡനിൽ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്. ഇത് കാണുമ്പോൾ ഗ്രാൻഡ് ഫാദറിന് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദ ഗ്രാൻഡ് ഫാദർ ഇസ് ക്യൂർലിംഗ് അല്ലേ, ദ ഗ്രാൻഡ് ഫാദർ ഗ്രാംബ്ലിംഗ് അറ്റ് ദ ഹാർഡ്ലി ഇന്ത്യ മാരിഗോൾഡ് വിച്ച് ഇൻസിസ്റ്റ് മീൻസ് നിർബന്ധിപ്പിക്കുക എന്നുള്ള അർത്ഥം. അതായത് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് മീൻസ് മുളക്കുക അല്ലെ, സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഇൻ ഹിസ് ഇംഗ്ലീഷ് ഗാർഡൻ. അതിൻ്റെ ഇംഗ്ലീഷ് ഗാർഡൻ എല്ലായിടത്തും ഈ ഇന്ത്യൻ മാരിഗോൾഡ് ഇങ്ങനെ ആരോ നിർബന്ധിപ്പിച്ച് മുളപ്പിക്കുന്ന മാതിരി ഇങ്ങനെ മുളച്ച് വരുന്നത് കണ്ട് ഇതിങ്ങനെ മുറുമുറുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. And usually nothing. Next, they look there. Usually means usually. Nothing very exciting happened while I was in the banyan tree. While I was in the banyan tree, usually nothing happened. ഞാൻ ബാനിയൻ ട്രീയിൽ ഇരിക്കുന്ന സമയത്ത് പൊതുവെ സാധാരണയായിട്ട് ഒന്നും നടക്കാറൊന്നുമില്ല, വളരെ അത്ഭുതങ്ങളൊന്നും നടക്കാറില്ലായിരുന്നു അല്ലെ. എക്സൈറ്റിങ് അത്ഭുതപ്പെടുത്തുന്ന ഒന്നും മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് എനിക്കൊന്നും കാണാൻ സാധിക്കുമായിരുന്നു, നടക്കാറുണ്ടായിരുന്നില്ല. എനിവേ പക്ഷേ ഓൺ വൺ പർട്ടിക്കുലർ, പക്ഷെ ഒരു സംഭവം എന്താണത്? വൺ പർട്ടിക്കുലർ ആഫ്റ്റർ, ഉച്ചയ്ക്ക് ശേഷം ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെന്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദി സമ്മർ. ആ ഒരു സമ്മർ കാലഘട്ടത്തിൽ, ആ സമ്മർ സീസണിൽ ഇതിൽ അവസാനമായിട്ട് എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അതെന്താണ്? ദറ്റ് വാസ് ദ ടൈം. നെക്സ്റ്റ് പാരഗ്രാഫിൽ ദറ്റ് വാസ് ദ ടൈം, ആ സമയം ഐ സോ എ മങ്കൂസ് ആൻഡ് കോബ്ര ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ. എന്തായിരുന്നു അത്? ഗാർഡനിൽ, അതായത് ബാനിയൻ ട്രീയിൽ ആയിരിക്കുന്ന സമയത്ത് when I said that on the banyan tree I had seen one particular excitement event. What was? എന്തായിരുന്നു? A fight between mongoose and cobra. ഡെത്ത് ഫൈറ്റ്, മരണത്തല്ല് എന്നൊക്കെ പറയാറില്ലേ, കൂട്ടത്തല്ല്, മരണ ഫൈറ്റ് നടക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കും. ഐ സോ, ഞാൻ കണ്ട്. സോ ഇസ് ദ പാസ്റ്റ് ഓഫ് സി. ഐ സി സോ സീ. ഓക്കെ, ഐ സോ ഞാൻ കണ്ടു. എ മങ്കൂസ് ആൻഡ് കോബ്രയും മങ്കൂസിനെയും കണ്ടു. ഫൈറ്റ് ടു ഡെത്ത്, മരണത്തല്ല് കൂടുന്നത് അല്ലേ. ഫൈറ്റ് ടു ഡെത്ത് പറഞ്ഞാൽ നല്ല ഫൈറ്റ് നടക്കുന്നത്, സ്ട്രോങ് ഫൈറ്റ് പറയാം. എന്താ ഗാർഡനിൽ ഫൈറ്റ് നടക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. വൈൽ ഐ സാറ്റ്, ഞാൻ ഇരിക്കുന്നത് ഡയറക്ട്ലി അബൌട്ട് ദം ഇൻ ദ ബാനിയൻ ട്രീൻ്റെ മുകളിൽ, ഡയറക്റ്റ് ആയിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഓക്കെ, അപ്പോൾ ടുഡേ ഇറ്റ്സ് ഓൺലി ഹിയർ. ബിഫോർ വി വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്, then okay, before we wind up today's class, I just give you some questions on the subside of our page. The 5 questions you can see there. The last one, how did the boy make the spring season exciting for himself? 5 questions. You have to write its answer as
പ്രോപ്പർലി വളരെ കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കും. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ മീനിങ് ഞാൻ പറഞ്ഞു. ഹൗ ഡിഡ് ദ ബോയ് മേക്ക് ദ സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ഫോർ ഹിംസെൽഫ്? ഈ സ്പ്രിംഗ് സീസണിൽ ബോയ് എങ്ങനെയാണ് എക്സൈറ്റ്മെൻ്റ് ആക്കി മാറ്റിയത് എന്നാണ് ചോദിക്കുന്നത്. നാലാമത്തത്, ഹൗ വാസ് ദ ബാനിയൻ ട്രീ ദ നോയ്സെസ്റ്റ് ഡ്യൂറിങ് ദ ഫിക്സ് സീസണിൻ്റെ ഇടയിൽ ആ റോഡ് ആ പ്ലേസ് എങ്ങനെ നോയ്സെസ്റ്റ് പ്ലേസ് ആയി മാറിയതെന്നാണ് ചോദിക്കുന്നത്. തേർഡ്, വാട്ട് ഡിഡ് ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്യൂരൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഹ്യൂമർ? വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ? എന്താ വിചാരിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. ഹൗ ഡിഡ് ദ സ്ക്യൂരൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? എങ്ങനെയാണ് നമ്മുടെ സ്ക്യൂരൽ ആ ബോയുടെ ഫ്രണ്ടായി മാറിയത് എന്നാണ്. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യങ്ങൾ നേരത്തെ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർ നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഓക്കെ, ദെൻ ഐ തിങ്ക് യു ഹാവ് അണ്ടർസ്റ്റുഡ് everything what I have taught you today's class. Anyway, okay, see you next class. Thank you.